വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു ഡിസ്ക്ലെയിമർ തരാനുണ്ട്. ഐ ഡോണ്ട് വാച്ച് ബിഗ് ബോസ്. ഞാൻ ബിഗ് ബോസ് കാണാറില്ല. ഞാൻ ബിഗ് ബോസ് കാണുന്നത് ഇൻസ്റ്റഗ്രാം ക്ലിപ്സിലൂടെയും യൂട്യൂബ് ഷോർട്സിലൂടെയാണ്. ഞാൻ ഒരിക്കലും ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയോ ഏഷ്യാനെറ്റ് ചാനലിൽ പോയോ ഈ പരിപാടി കാണാറില്ല. ഓക്കെ, ഞാനിത് ആദ്യം തന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ഈ കോൺട്രവേഴ്സിയുടെ മേലെയുള്ള ഏതെങ്കിലും കോണ്ടെക്സ്റ്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഓടിപ്പോൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കും, എന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ബട്ട് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം മാൻ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ബിക്കോസ് ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ്. ലൈക്ക് ഞാൻ ഈ കാണുന്ന കാര്യം കണ്ടു മടുത്തിട്ട് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. സോ ലൈക്ക് ഡോണ്ട് കറക്റ്റ് മീ മാൻ, ജസ്റ്റ് ഡിസ്ലൈക്ക് ദ വീഡിയോ ആൻഡ് ഓപ്പോ മാൻ, ലൈക്ക് ജസ്റ്റ് കിഡിങ്. കോൺട്രവേഴ്സിനെ പറ്റി നമുക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ആൻഡ് അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ബിഗ് ബോസിനെ പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയൻ എനിക്ക് പറയാനുണ്ട്. എൻ്റെ ബിഗ് ബോസിനെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് ഈസ് ദ വേഴ്സ്റ്റ് റിയാലിറ്റി ഷോ. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ഷോന്റെ ഹോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-20 കണ്ടസ്റ്റൻസിന് ഒരു വീട്ടിൽ കൊണ്ടുപോയി 100 ദിവസത്തേക്ക്. ആൻഡ് ഈ 100 ദിവസത്തിൽ 99 ദിവസം ഇവർ പപ്പടത്തിന്റെ പേരിലും ആപ്പിളിന്റെ പേരിലും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഫൈറ്റ് ചെയ്യും. ആൻഡ് ദേ ആർ ഫൈറ്റിംഗ് ഫോർ സ്ക്രീൻ ടൈം, ടു ഗെറ്റ് അറ്റൻഷൻ, ടു ഗെറ്റ് വോട്ട് ആൻഡ് ഓൾ. ആൻഡ് ഈ പരിപാടിയുടെ മുഴുവൻ കോൺസെപ്റ്റ് എനിക്ക് ഒരുമാതിരി ഓഫായിട്ടാണ് തോന്നുന്നത്. ദാറ്റ്സ് വൈ ഐ ഹേറ്റ് ദിസ് ഷോ. അത് കാരണമാണ് ഞാൻ ഈ ഷോ കാണാത്തത്. സോ നിങ്ങൾ പിന്നെ ഇപ്പം എന്നോട് ചോദിക്കുക, നിനക്ക് ഷോ ഇത്ര ഇഷ്ടമില്ലെങ്കിൽ നീ എന്നാത്തിന് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്? ടു ഗെറ്റ് വ്യൂസ് മാൻ, ടു ഗെറ്റ് വ്യൂസ്. ആൻഡ് ദിസ് കോൺട്രവേഴ്സി ഈസ് ടു ഗുഡ് ആൻഡ് ഐ ഹാവ് എ ഫക്കിംഗ് ഒപ്പീനിയൻ. ദാറ്റ്സ് വൈ ഐ എം മേക്കിംഗ് ദിസ് വീഡിയോ. ഓക്കെ, സോ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ കോൺട്രവേഴ്സി. ഈ കോൺട്രവേഴ്സിയുടെ സ്റ്റോറിയിൽ ഇനി മെയിനായിട്ട് 4 കഥാപാത്രങ്ങളാണ്. ഒന്ന് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ, രണ്ടാമത്തെ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് വുമൺ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ലെസ്ബിയൻ കപ്പിൾ കൺസിസ്റ്റ് ഓഫ് obviously 2 lesbians who are biologically women. So let's talk about it. Like ഈ സംഭവം തുടങ്ങുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലക്ഷ്മിയും ഈ പറഞ്ഞ ലെസ്ബിയൻ കപ്പിളും തമ്മിൽ എന്തോ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി. ആ ആർഗ്യുമെന്റിന് ഇടയ്ക്ക് ഈ ലക്ഷ്മി എന്ന സ്ട്രൈറ്റ് വുമൺ പറയും, ലൈക്ക് നിന്നെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, നീയൊക്കെ എന്നാത്തിന് ഈ ഷോയിൽ വന്നേ. ഐ എം നോട്ട് കോട്ടിങ് ഹർ, എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയുവാണ്. ആൻഡ് അത് പറഞ്ഞപ്പോൾ അവർക്ക് മേ ബി വിഷമമായി കാണും, ദേ ഫെൽറ്റ് ഡിസ്റെസ്പെക്റ്റഡ്. സോ ഞാൻ നേരത്തെ പറയാൻ മിസ് ചെയ്തു പോയൊരു കാര്യമുണ്ട്. ഈ ഷോയിൽ എല്ലാ ഞായറാഴ്ചയും മോഹൻലാൽ വരും. ആൻഡ് മോഹൻലാൽ ഈ പറഞ്ഞ കണ്ടസ്റ്റൻസിനൊപ്പം ഇന്ററാക്ട് ചെയ്യും, ആ ആഴ്ച നടന്ന കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യും, അവരങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്യും. ഈ ഷോയിന്റെ വ്യൂവർഷിപ്പ് പീക്ക് ചെയ്യുന്നത് മോഹൻലാൽ വരുന്ന ഒരു ദിവസമാണ്. സോ മോഹൻലാൽ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ആൻഡ് ബിഗ് ബോസ് മോഹൻലാലിനോട് പറഞ്ഞു കാണും, ലാലേട്ടാ കിൽ ഹർ, ലൈക്ക് അവളെ വെട്ടിക്കുമെന്ന് പറഞ്ഞതാണ്. ആൻഡ് മോഹൻലാൽ അത് തന്നെ ചെയ്തു. മോഹൻലാല് ഞായറാഴ്ച വന്നു. ആൻഡ് ആദ്യം ഞാൻ എപ്പിസോഡ് കണ്ടില്ല, ബട്ട് ക്ലിപ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, മോഹൻലാൽ കയറി ചെന്നപ്പോൾ തന്നെ ലക്ഷ്മിനെ വെട്ടി കാട്ടിക്കളഞ്ഞു. ലൈക്ക് ഞാൻ ആ വീഡിയോ കാണിക്കാം. ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ? എന്താണ് ലക്ഷ്മി, ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ. പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അത് നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? നിങ്ങളുടെ ചിലവ് ജീവിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ അവര്. ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ മസ്താനിക്ക് എന്താണ് കുഴപ്പം? ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 7. Like this is the whole controversy man. And ഈ സിറ്റുവേഷൻ നമുക്ക് 2 പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാം. ഒന്ന് ബിഗ് ബോസിന്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നും, ഒന്ന് ലക്ഷ്മിയുടെ പേഴ്സ്പെക്റ്റീവ്. പിന്നെ വേണമെങ്കിൽ ലെസ്ബിയൻസിന്റെ പേഴ്സ്പെക്റ്റീവ് നമുക്ക് ചിന്തിച്ചോ. സോ അതിന്റെ ലക്ഷ്മിയുടെ പേഴ്സ്പെക്റ്റീവ് നമ്മൾ ചിന്തിക്കാൻ നേരത്തിൽ, ലൈക്ക് ഷീ ഹാസ് ദ റൈറ്റ് ടു ഹാവ് ആൻ ഒപ്പീനിയൻ. അപ്പോൾ ഒരുപാട് പേര് പറയും, അല്ല അവർക്ക് റൈറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അവള് എന്തുകൊണ്ടാണ് ലെസ്ബിയൻസിനെ അങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്ത്? ഐ ഡോണ്ട് നോ, ഞാൻ ആ എപ്പിസോഡ് കണ്ടിട്ടില്ല. മേ ബി ലെസ്ബിയൻസ് അവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കാണും. ആ ഒരു ദേശത്തിൽ ആർഗ്യുമെന്റിൽ ഫോർ ദ സേക്ക് ഓഫ് ദ ആർഗ്യുമെന്റ് അവള് ഡിസ്റെസ്പെക്ട് ചെയ്തതാണ് അവരെ. ആൻഡ് മോഹൻലാൽ അതിനെതിരെ പറയുന്നത് ദാറ്റ്സ് ഫൈൻ, ബിക്കോസ് ഒരു 2 ഇൻഡിവിജ്വൽസിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുകയാണ് അത് ഇതുപോലെ ടെലിവിഷൻ ഷോയിൽ. ആൻഡ് അവർ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്നതായതുകൊണ്ട് ലൈക്ക് ബിഗ് ബോസ് വിൽ ഓൾവേസ് സ്റ്റാൻഡ് വിത്ത് ദം. ബട്ട് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു എപ്പിസോഡിൽ തന്നെ മോഹൻലാൽ ലക്ഷ്മിയുടെ ഒപ്പം ഇന്ററാക്ട് ചെയ്യാനത് മോഹൻലാൽ ലക്ഷ്മിയുടെ ഒപ്പീനിയൻസ് റീഷേപ്പ് ചെയ്യാൻ നോക്കി. ആൻഡ് മാൻ ദാറ്റ്സ് മെസ്ഡ് അപ്പ്. പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ അവരെൻ്റെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അത് പറഞ്ഞപ്പോൾ മോഹൻലാൽ പെട്ടെന്ന് ഭയങ്കര ഓഫൻഡായി. ബിക്കോസ് മോഹൻലാൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു അപ്പോളജിയാണ് ഫ്രം ഹർ സൈഡ്. ബട്ട് ലക്ഷ്മിക്ക്
അവരുടേതായ ഒരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ്. പുള്ളിക്കാരത്തിയുടെ നിലപാടി ഉറച്ചു നിന്നു. ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ് മാൻ. ഐ ഹ്യൂജ്ലി റെസ്പെക്ട്. ഈ ഇരിക്കുന്ന കണ്ടസ്റ്റൻസ് ഉള്ളൂ, ഇവരിൽ ഒരുപാട് പേര് ഹോമോസെക്ഷുവാലിറ്റിക്ക് എതിരായി. പക്ഷെ അവർക്ക് വോട്ട് കിട്ടാൻ, അവരുടെ അവിടുത്തെ നിലനിൽപ്പിന് വേണ്ടി അവർ ഈ LGBT സൈഡ് പിടിക്കുന്ന ആൾക്കാരുണ്ടായി. ആൻഡ് ദേ ആർ ഈവിൾ മാൻ. They are the bad ones. At least Lakshmi is honest. And I'm pretty sure Mohanlal is a great actor, man. I will give him that. Who knows? Like Mohanlal overreact വീട്ടിൽ കിട്ടുന്നൊക്കെ പറഞ്ഞു. But come on, director. Like ഒരു ഗേറ്റിന് മുമ്പ് വരാൻ നേരത്ത് മേബി നെക്സ്റ്റ് സീസൺ റൈറ്റ്. ഇനി നമുക്ക് ബിഗ് ബോസിന്റെ പെർസ്പെക്റ്റീവ് നോക്കാം. ബിഗ് ബോസിന്റെ പെർസ്പെക്റ്റീവ് അവർക്ക് ഈ പറഞ്ഞ ലെസ്ബിയൻ കപ്പിൾസിനൊപ്പം നിൽക്കാൻ പറ്റുമോ? ഞാനത് പറയാൻ കാരണം, ബിഗ് ബോസ് ഇപ്പൊ ഇതിനെതിരെ സ്ട്രിക്റ്റ് ആക്ഷൻസ് എടുത്തില്ലെങ്കിൽ അത് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിന് കിട്ടുന്ന റവന്യൂവിൽ അഫക്റ്റ് ചെയ്യും. ബിക്കോസ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി കമ്പനീസ് കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നു അഡ്വർടൈസ്മെന്റിന് വേണ്ടി. ലൈക്ക് അവരുടെ കമ്പനിയുടെ പ്രൊമോഷൻസ് അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി ഈ ഏഷ്യൻ ചാനലിന് കമ്പനീസ് കോടികളാണ്. അപ്പം അവരുടെ ചാനലിൽ ഹോമോഫോബിക് ആയിട്ടുള്ള ഇതുപോലത്തെ കമന്റ്സ് ഈ കമ്പനിക്കാർ കണ്ടു കഴിഞ്ഞാൽ അവർ പതിയെ അവർ പിന്നെ ആഡ്സ് ഏഷ്യാനെറ്റിന് കൊടുക്കില്ല. അത് ഏഷ്യാനെറ്റിന്റെ നെറ്റ്വർക്കിനെ, ഏഷ്യാനെറ്റിന്റെ റവന്യൂവിനെ അഫക്റ്റ് ചെയ്യും. സോ ഏഷ്യാനെറ്റിന് ഈ കാര്യത്തിൽ ഈ ലെസ്ബിയൻസിനൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ, LGBT നമ്മളൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം, ഏഷ്യാനെറ്റ് എന്ന ചാനലിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം. ഈ ഒരു ഡിബേറ്റ് ഉണ്ട്, ലൈക്ക് LGBTQ നോർമലൈസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിന്റെ പേരിൽ വലിയ ഡിബേറ്റ് ഉണ്ട്. LGBTQ നോർമലൈസ് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നോർമലൈസ് ചെയ്യരുത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലുക്ക് അറ്റ് ദ ഹിസ്റ്ററി. ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ, UK, അമേരിക്ക പോലത്തെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഈ പറഞ്ഞ LGBTQ നോർമലൈസ് ചെയ്തിട്ട് എന്താണ് ഇപ്പോൾ അവിടെ വളരെ ഡീജനറേറ്റ് ആയിട്ടുള്ള ഹോമോസെക്ഷൽ പരേഡ്സ്, അതുപോലെ തന്നെ അവരുടെയൊക്കെ കൊച്ചു പിള്ളേരുടെ നഴ്സറി പുസ്തകങ്ങളിൽ വരെ ഇതിനെപ്പറ്റി പഠിപ്പിക്കാൻ തുടങ്ങും. അത് ഇങ്ങോട്ട് കേരളത്തിലോട്ട് വരണമെന്നാണ് നിങ്ങൾ പറയുന്നത്, അത് ഇന്ത്യയിലോട്ട് വരണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ലൈക്ക് നിങ്ങൾ അത് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ നോർമലൈസ്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഐ മീൻ ഐ എം വെരി യങ്, ബട്ട് എനിക്ക് ഈ ഭാവി പിള്ളേരുണ്ടാകുന്നത് ഐ ഡോണ്ട് വാണ്ട് ദം ടു സീ ദിസ് മാൻ while they are growing up. I don't want them to see this because they will think it's okay, but it's not. Being a degenerate, being like Riyaz Salim's case, he is like his whole thing is being gay, man. Lesbian couple perspective നോക്കുവാണെങ്കിൽ അവര് രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. ആൻഡ് അവരെ ഡിസ്റെസ്പെക്ട് ചെയ്തത് കൊണ്ട് തന്നെ ആയിരിക്കും അവര് എതിർത്ത് നിന്നത്. സോ ലൈക്ക് they felt disrespected, they felt excluded. That's why avarku veshamai, you know. I don't give a fuck. I don't give a fuck. Like think about it, man. Like Big Boss പോലത്തെ ഒരു ഷോയിൽ ഇതുപോലത്തെ ഇൻക്ലൂസിവിറ്റിയുടെ പേര് ഇതുപോലത്തെ ലെസ്ബിയൻസിനെ, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ നേരത്തെ ഇത് കൊച്ചു പിള്ളേർ വരെ കാണുന്ന ഒരു ഷോയാണ്. ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ഏഷ്യാനെറ്റ് ചാനൽ കാണുന്നുണ്ട്. ഏഷ്യാനെറ്റ് ചാനലിൽ സിനിമകൾ കാണും, ഏഷ്യാനെറ്റ് ചാനലിൽ സീരിയലുകൾ കാണും. എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ഒപ്പം ഇരുന്ന് ചിലപ്പോൾ ആ ഒരു സമയത്ത് അവർ TV കാണാൻ തരത്തില്ലായിരുന്നു ചെറുപ്പത്തിൽ. ഞാൻ ഒരുപാട് ഏഷ്യാനെറ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ ഏഷ്യാനെറ്റ് അവർക്ക് ആ നീല ലോകം ഉണ്ടായിരുന്നപ്പോൾ തൊട്ട് കാണുന്നു. അതിൽ അവര് ഇതുപോലത്തെ സംഭവങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ കൊച്ചു പിള്ളേർ കാണും, അവർ ഇൻഫ്ലുവൻസ് ആവും. ആൻഡ് ദാറ്റ്സ് നോട്ട് ഗുഡ്, മാൻ. ദാറ്റ്സ് നോട്ട് ഗുഡ്. സോ ഐ എം അഗെയിൻസ്റ്റ് ദാറ്റ്. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. ഓക്കെ, നൗ ഇനി നമുക്ക് മോഹൻലാലിനെ പറ്റി സംസാരിക്കാം. മോഹൻലാൽ ഈസ് ആക്ടിങ് കൈൻഡ് ഓഫ് വിയർഡ്, മാൻ. He's acting kind of weird lately. Like തുടരും എന്ന സിനിമയുടെ ശേഷം അദ്ദേഹം ജോർജ് സാർ ആ തുടരും എന്ന് പറഞ്ഞ സിനിമയിലെ വില്ലൻ്റെ ഒപ്പം ഒരു ആഡ് ചെയ്തു. അതിനുശേഷം പുള്ളി ഇപ്പം ലെസ്ബിയൻസിനെ ഡിഫെൻഡ് ചെയ്യുന്നു. I get it, Lalata. We all love lesbians, but for different reasons. I miss the old Mohanlal, man. I truly miss the old Mohanlal. And old Mohanlal എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കും മോഹൻലാൽ പണ്ട് അഭിനയിച്ച കഥാപാത്രങ്ങളായിരിക്കും ഞാൻ മിസ് ചെയ്യുന്നത്. ലൈക്ക് അദ്ദേഹത്തിന്റെ ദേവാസുരത്തിലെ ക്യാരക്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഫടികത്തിലെ ക്യാരക്ടർ. ബട്ട് ഇൻ റിയൽ ലൈഫ് ടു മോഹൻലാൽ വാസ് എ റിയലി സ്ട്രെയിറ്റ് മാൻ. Like look at this shit, man. If I took your hand tonight, no, you're all that I want. It's hard.
ഐ എം ജസ്റ്റ് ജോക്കിംഗ്. മോഹൻലാൽ കുറെ ആരാധകർ എൻ്റെ കമന്റ് സെക്ഷനിൽ വന്നിപ്പോൾ ഇനി തെറി വിളിക്കാൻ തുടങ്ങി ഞാൻ ഈ കാണിച്ചതിൻ്റെ പേരിൽ. ബട്ട് ഐ എം സോറി, ഐ എം നോട്ട് സോറി.